എല്ലാവർക്കും നമസ്കാരം. ക്രിയേറ്റിംഗ് പ്രൊഫഷണൽ ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ, 3rd ചാപ്റ്ററായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് 3ാമത്തെ ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഇവിടെ തുടങ്ങാൻ പോകുന്നത്. 3ാമത്തെ ചാപ്റ്ററിലെ പോർഷനിലോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇവിടെ ഇനി നമുക്കിനി പഠിക്കാനുള്ളത് ഇൻസേർട്ടിങ് വാട്ടർമാർക്സ്. വാട്ടർമാർക്സ് എന്താണെന്ന് നിങ്ങൾ അത്യാവശ്യം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്താ സംഭവം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ല എങ്കിലും നിങ്ങൾ കണ്ടിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്താണെന്ന് നോക്കിയാൽ സം ലൈറ്റ്ലി കളേർഡ് ടെക്സ്റ്റ് ഓർ ഗ്രാഫിക് അപ്പിയറിംഗ് ആസ് ബാക്ക്ഗ്രൗണ്ട് ഇൻ ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ഈസ് കോൾഡ് വാട്ടർമാർക്ക്. അപ്പോൾ ഒരു വാട്ടർമാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ കണ്ടേക്കണേ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൻ്റെ അഡ്മിഷന് നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് ലെറ്റർ കിട്ടുമായിരുന്നു. ആ അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ ബാക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ബാക്ക് മീൻസ് അതിൻ്റെ മെയിൻ കണ്ടൻറ് അല്ലാണ്ട്, ആ കണ്ടൻറ്റിൻ്റെ ഭാഗമല്ലാണ്ട് ആ ഒരു പേജിൻ്റെ താഴെ അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ കളർ കുറഞ്ഞിട്ട് അതിൻ്റെ ബാക്കിൽ നമ്മൾ എഴുതി കൊടുക്കുന്നുണ്ട്. അവിടെ അലോട്ട്മെൻറ്റ് ഏത് അലോട്ട്മെൻറ്റാണ്, അലോട്ട്മെൻറ്റ് നമ്പർ 1 അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഒരു ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുക, വാട്ടർമാർക്ക് എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഒരു വാട്ടർമാർക്ക് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ചെറിയൊരു വാട്ടർമാർക്ക് കൊടുത്ത് നോക്കാം. ദെൻ നമ്മൾ എന്താ പറയുക, ആദ്യം ഫയലിൽ എക്സ്പോർട്ട് ആസ് PDF. എക്സ്പോർട്ട് ആസ് PDF എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചൊരു കാര്യം തന്നെയാണ്. എക്സ്പോർട്ട് ആസ് PDF എന്ന് പറയുക നമ്മളുടെ ഈ ഡോക്യുമെൻറ്റിനെ PDF ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയറാണ് എക്സ്പോർട്ട് ആസ് PDF എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എക്സ്പോർട്ട് ആസ് PDF എന്ന് പറയുമ്പോൾ ഫയലിലാണ് എടുക്കുക. ഫയലിൽ എക്സ്പോർട്ട് ആസ് എന്നുള്ളതിനകത്ത് എക്സ്പോർട്ട് ആസ് PDF കൊടുത്തു. ദെൻ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ വാട്ടർമാർക്ക് എന്ന് പറയുന്നൊരു പോർഷൻ ഇവിടെ കിടപ്പുണ്ട്. സൈൻ വിത്ത് വാട്ടർമാർക്ക് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് എന്താണോ നമുക്ക് വാട്ടർമാർക്കായിട്ട് കൊടുക്കേണ്ടത് ആ ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ചാപ്റ്റർ 3 എന്ന് കൊടുത്തു. ചാപ്റ്റർ 3 എന്നുള്ളതാണ് എനിക്ക് വാട്ടർമാർക്കായിട്ട് വേണ്ടത്. അപ്പോൾ ആ ചാപ്റ്റർ 3 എന്നുള്ളത് വാട്ടർമാർക്കായിട്ട് ഇവിടെ കൊടുത്തു. ദെൻ എക്സ്പോർട്ട് ചെയ്തു. എക്സ്പോർട്ട് ചെയ്ത് അത് സേവ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. സേവ് ചെയ്യാനായിട്ട് കൊടുത്തു. സേവ് ചെയ്തു. സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതാണ് സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വന്നേക്കുന്ന ഫയൽ. അപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വന്നേക്കുന്ന ഫയലിൽ കണ്ടോ, ഇതാ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ചാപ്റ്റർ 3 എന്നും പറഞ്ഞുകൊണ്ട് ഒരു വാട്ടർമാർക്കായിട്ട് അവിടെ എല്ലാ പേജിലും കിടപ്പുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വന്നേക്കുന്നതാണ് ആ ചാപ്റ്റർ 3 എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റിൽ ഇങ്ങനെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് പോലെ നമുക്ക് വരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് വാട്ടർമാർക്ക് എന്ന് പറയുന്നത്. നമ്മുടെ TV-യിലൊക്കെ നമ്മൾ ഓരോ ചാനൽ എടുത്തു കഴിയുമ്പം അതിൻ്റെ മെയിൻ ന്യൂസൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ, ഭയങ്കര എക്സ്ക്ലൂസീവായിട്ടുള്ള ന്യൂസൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അത് ഏത് ചാനലാണെന്നുണ്ടെങ്കിൽ ആ ചാനലിൻ്റെ പേരൊക്കെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളത് റെക്കോർഡ് ചെയ്യുകയാണെങ്കിലും കോപ്പി ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്താലും ആ വാട്ടർമാർക്കും കൂടെ ഉൾപ്പെടെ ആയിരിക്കും നമുക്കത് കോപ്പി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് ആ ചാനലിൻ്റെ തന്നെയാണ് എന്ന് വേറെ ആർക്കും അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കൂടുതലും അത് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ട്, വാട്ടർമാർക്ക് എന്താണ് എന്നുള്ളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്, വാട്ടർമാർക്ക് എന്ന് പറയും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഫയലിൽ എക്സ്പോർട്ട് ആസ് PDF എന്ന് പറയുന്ന ഓപ്ഷനിൽ എടുക്കുക. ദെൻ അത് അതിൻ്റെ വിൻഡോ ഓപ്പണായി വരും. അവിടെ വാട്ടർമാർക്ക് എന്നുള്ളത് ടിക്ക് ചെയ്തിട്ട് വാട്ടർമാർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടെ കാണിച്ചു തരാം. എക്സ്പോർട്ടിൽ എക്സ്പോർട്ട് ആസ് PDF എന്ന് പറയുന്ന പോർഷൻ വരും. ദെൻ ആ പോർഷനിൽ വാട്ടർമാർക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ എക്സ്പോർട്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ദെൻ വാട്ടർമാർക്ക് എന്തായെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്തത് കൺവേർട്ട് ടെക്സ്റ്റ് ടു ടേബിൾ. കൺവേർട്ട് ടെക്സ്റ്റ് ടു ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കുറച്ച് കണ്ടൻറ്റ് ടെക്സ്റ്റായിട്ട് കൊടുക്കുന്നു. അതിന് നമ്മൾ നേരെ ഒരു ടേബിളിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ടേബിളായിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കൺവേർട്ട് ടെക്സ്റ്റ് ടു ടേബിളിനകത്ത് പറയുക. In Writer, we can convert text matter directly into a table. ഒരു ടെക്സ്റ്റ് മാറ്റർ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ടേബിളിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫീച്ചർ യൂസ് ചെയ്യുക. For this we use a character as a column separator. ഒരു ക്യാരക്ടർ അതിൻ്റെ കോളം സെപ്പറേറ്റർ ആയിട്ട്, ടേബിൾ എന്താണ് നമുക്കറിയാം, പല കോളംസും റോസും ആയിട്ടാണ് കിടക്കുക. അപ്പോൾ ഒരു കുറച്ച് കണ്ടൻറ്റ് നമ്മളവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കോളത്തിൻ്റെ കണ്ടൻറ്റ് എന്താണ്, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഏത് പാർട്ടാണ് നെക്സ്റ്റ് കോളത്തിലോട്ട് വരേണ്ടത്, അങ്ങനെ നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ആ ടെക്സ്റ്റിൽ ആ സെപ്പറേറ്റർ ഏതാണ് എന്ന് നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കണം.
ഇറ്റ് ക്യാൻ ബി ടാബ്, സെമിക്കോളൻ, കോമ, സ്പേസ് ഓർ എനി അതർ ക്യാരക്ടർ. അപ്പോൾ ഈ സെപ്പറേറ്റർ, ഈ കോളം സെപ്പറേറ്ററായിട്ട് നമ്മൾ കൊടുക്കുന്നത് വേണമെങ്കിൽ നമുക്ക് ടാബ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു സെമിക്കോളൻ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കോമ കൊടുക്കാം, അല്ലെങ്കിൽ സ്പേസ് കൊടുക്കാം. അങ്ങനെ ഏത് ക്യാരക്ടർ വേണമെങ്കിലും നമുക്ക് ഈ കോളം സെപ്പറേറ്ററായിട്ട് യൂസ് ചെയ്യാം. പാരഗ്രാഫ് മാർക്ക്, എൻ്റർ കീ. പാരഗ്രാഫ് മാർക്ക് എന്ന് പറയുന്നത് എൻ്റർ കീ ആണ്. ഒരു പാരഗ്രാഫ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പാരഗ്രാഫ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എൻ്റർ കീ പ്രസ് ചെയ്യണം. അതുകൊണ്ടാണ് പാരഗ്രാഫ് മാർക്ക് എന്ന് പറയുന്നത് എൻ്റർ കീ എന്നിവിടെ ബ്രാക്കറ്റിലിട്ടേക്കുന്നത്. ഇൻഡിക്കേറ്റ്സ് ആൻ എൻഡ് ഓഫ് ദ ടേബിൾ റോ. ഒരു എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു ടേബിൾ റോ അടുത്ത റോയിലോട്ട് പോരുന്നത്. അപ്പോൾ കോളം സെപ്പറേറ്ററായിട്ട് നമ്മൾ ഇതിലേതെങ്കിലും ഒരെണ്ണം കൊടുക്കുക. ദെൻ റോ സെപ്പറേറ്റർ എപ്പോഴും എന്താണ്, എൻ്റർ കീ ആണ്. അപ്പോൾ എൻ്റർ കീ കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി കൊടുത്തേക്കുന്ന പോർഷൻസ് നെക്സ്റ്റ് റോയിലോട്ടാണ് വരിക. ഓക്കെ, ദെൻ സെലക്ട് ദ ടെക്സ്റ്റ് മാറ്റർ. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറാണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്സ് ആണ്. ആദ്യം ടെക്സ്റ്റുമായിട്ട് കൺവേർട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ ടേബിളായിട്ട് കൺവേർട്ട് ചെയ്യേണ്ട മാറ്റർ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ദെൻ അടുത്തത് ടേബിളിൽ കൺവേർട്ട് ടെക്സ്റ്റ് ടു ടേബിൾ. ദെൻ എൻ്റർ കോളം സെപ്പറേറ്റർ, ഓക്കെ ബട്ടൺ. അപ്പോൾ ടേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ, ടേബിൾ എന്ന് പറയുന്ന മെയിൻ മെനു ഇവിടെ കിടപ്പുണ്ട്. അതിൽ കൺവേർട്ട് ടെക്സ്റ്റ് ടു ടേബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. ടേബിളിൽ കൺവേർട്ട് ടെക്സ്റ്റ് ടു ടേബിൾ എന്ന് പറയുന്ന, ഇവിടെ കൺവേർട്ടിൽ ടെക്സ്റ്റ് ടു ടേബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. അതിനകത്ത് കോളം സെപ്പറേറ്റർ കൊടുക്കുക, ദെൻ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിവിടെ ഒരു ഡേറ്റ് ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. SL നമ്പർ, കോമ, നെയിം, കോമ, മാർക്ക് 1, കോമ, മാർക്ക് 2, കോമ, മാർക്ക് 3. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്തു, അടുത്തതിലേക്ക് വന്നു. 1, കോമ, അമ്മു, കോമ, 45, കോമ, 55, കോമ, 34. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്തു, അടുത്തതിലേക്ക് വന്നു. 2, കോമ, മനു, കോമ, 65, കോമ, 59, കോമ, 70. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്തു. 3, കോമ, കിരൺ, കോമ, 70, കോമ, 76, കോമ, 45. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന ഡേറ്റ. അപ്പോൾ ഇവിടെ ഞാൻ ഓരോ വാല്യൂ കഴിഞ്ഞിട്ടും കോമ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിച്ചേക്കുന്നത് ഒരു കോളം, അല്ലെങ്കിൽ SL നമ്പർ എന്ന് പറയുന്നത് ആദ്യത്തെ കോളത്തിൽ വരണം. ദെൻ അടുത്ത നെയിം എന്ന് പറയുന്നത് രണ്ടാമത്തെ കോളത്തിൽ വരണം. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്ക് ഒരു കോമ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ കോമയാണ് കോളം സെപ്പറേറ്ററായിട്ട് ഇവിടെ യൂസ് ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഈ മാറ്റർ അങ്ങ് സെലക്ട് ചെയ്യുക. മാറ്റർ സെലക്ട് ചെയ്തിട്ട് ടേബിളിൽ കൺവേർട്ട് ടെക്സ്റ്റ് ടു ടേബിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ കോളം സെപ്പറേറ്റ് ടെക്സ്റ്റ് അറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. ഇവിടെ ടാബ് വേണമെങ്കിൽ ടാബ് കൊടുക്കാം, സെമിക്കോളൻ വേണമെങ്കിൽ സെമിക്കോളൻ കൊടുക്കാം, പാരഗ്രാഫ് വേണമെങ്കിൽ പാരഗ്രാഫ് കൊടുക്കാം. ദെൻ ഇനി അതർ ക്യാരക്ടർ, അതർ എന്നുള്ളതിൻ്റെ അടുത്ത് ഞാനിവിടെ കോമ എന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അതർ എന്നുള്ളടുത്ത് കോമ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ വേറെ എന്ത് ചെയ്യണം, ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിച്ചേക്കണേ, ആ ടെക്സ്റ്റായിട്ട് ഞാൻ കൊടുത്തേക്കുന്ന ഡേറ്റ ഒരു ടേബിളിലോട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ SL നമ്പർ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ കോമ കൊടുത്തായിരുന്നു. കോമ കഴിഞ്ഞപ്പോൾ അത് കോളം സെപ്പറേറ്ററായിട്ട് കൺസിഡർ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന പോർഷൻ നെക്സ്റ്റ് കോളത്തിലോട്ട്, നെയിം എന്നുള്ളത് നെക്സ്റ്റ് കോളം വന്നു. അത് കഴിഞ്ഞിട്ട് കോമ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള പോർഷൻ മാർക്ക് 1 എന്നുള്ളത് നെക്സ്റ്റ് കോളത്തിൽ വന്നു, മാർക്ക് 2 എന്ന് പറയുന്നത് നെക്സ്റ്റ് കോളത്തിൽ വന്നു, മാർക്ക് 3 എന്ന് പറയുന്നത് നെക്സ്റ്റ് കോളത്തിൽ വന്നു. അപ്പോൾ മാർക്ക് 3 കഴിഞ്ഞിട്ട് ഞാൻ അവിടെ എൻ്റർ കീ ആയിരുന്നു പ്രസ് ചെയ്തത്. എൻ്റർ കീ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലൈനിലാണ് 1 എന്ന് പറഞ്ഞ് എഴുതിയത്. അപ്പോൾ അത് നെക്സ്റ്റ് റോ ആയിട്ട് വന്നു. ഓക്കെ, ദെൻ 1 കോമ എങ്ങനെയായിരുന്നു കൊടുത്തത്, 1 കോമ, അമ്മു, കോമ, 45. അങ്ങനെ ഓരോന്നും കോമ ഇട്ടിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ കോമ ഇട്ട് കൊടുത്തേക്കുന്ന കാരണം എന്താ വന്നേക്കുന്നത്, ഓരോന്നും ഓരോ കോളത്തിലോട്ടാണ് അവിടെ വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ടെക്സ്റ്റ് എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യുക, ടേബിളായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സ്പ്ലിറ്റിംഗ് ടെക്സ്റ്റ് ഇൻ ടു കോളംസ്. ഒരു ആദ്യം നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു, കൺവേർട്ട് ടെക്സ്റ്റ് ടു ടേബിളാണ്. ഒരു ടെക്സ്റ്റിനെ ടേബിളായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് സ്പ്ലിറ്റിംഗ് ടെക്സ്റ്റ് ഇൻ ടു കോളംസ്. കോളം മീൻസ് നമ്മളിപ്പോൾ ന്യൂസ് പേപ്പറിലൊക്കെ നമുക്കൊരു ന്യൂസ് നമ്മൾ എങ്ങനെയാണ് അവിടെ ടൈപ്പ് ചെയ്ത് വരുന്നത്, ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് ഒരെണ്ണം ഒരു ന്യൂസ് എഴുതി തുടങ്ങി സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഏറ്റവും റൈറ്റ് സൈഡിൽ ചെന്നു, ദെൻ വീണ്ടും ലെഫ്റ്റ് സൈഡിലോട്ട് വന്നു, വീണ്ടും അതിൻ്റെ റൈറ്റ് സൈഡ് വരെ പോയി. അങ്ങനെയല്ലല്ലോ, അങ്ങനെയല്ല. ഒരിക്കലും ഒരു ന്യൂസ് പേപ്പറിലൊന്നും ഒരിക്കലും ഒരു ന്യൂസ് വരുന്ന അങ്ങനെയല്ല. ഒരു ഹെഡിങ് തന്നു, അതിൻ്റെ ഹെഡിങ്ങിൻ്റെ താഴെ ഡിഫറെൻറ്റ് കോളംസ് ആയിട്ടാണ് ഒരു ന്യൂസ് വരിക. ഒരു ന്യൂസ് പേപ്പറിനകത്തൊക്കെ ന്യൂസ് വരുന്നത് ആ രീതിയിലാണ്. അപ്പോൾ നമ്മളുടെ ഒരു ഡോക്യുമെൻറ്റിൻ്റെ കണ്ടൻറ്റ് ആ ഒരു
ഫോർമാറ്റിൽ കൊടുക്കാം, വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് സ്പ്ലിറ്റിംഗ് ടെക്സ്റ്റ് ഇൻ ടു കോളം എന്ന് പറയുന്നത്. റൈറ്റർ പ്രൊവൈഡ് ദ ഫെസിലിറ്റി ടു സ്പ്ലിറ്റ് ദ സിംഗിൾ കോളം മാറ്റർ ഇൻ ടു മൾട്ടി കോളം. സിംഗിൾ കോളം മൾട്ടി കോളമായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫീച്ചറാണ് സ്പ്ലിറ്റിംഗ് ടെക്സ്റ്റ് ഇൻ ടു കോളം എന്ന് പറയുക. അപ്പോൾ അതിനകത്ത് ആദ്യം ചെയ്യേണ്ടത് എന്താ, അതിൻ്റെ സ്റ്റെപ്പ് ചെയ്യേണ്ടത് സെലക്ട് ദ മാറ്റർ. ആ മാറ്റർ ഏതാണോ, നമുക്ക് കോളമായിട്ട് കൺവേർട്ട് ചെയ്യേണ്ട മാറ്റർ ഏതാണോ അത് സെലക്ട് ചെയ്യുക. ദെൻ സെക്കൻഡ്, ഫോർമാറ്റിൽ കോളത്തിൽ എൻ്റർ നമ്പർ ഓഫ് കോളം കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്, ഫോർമാറ്റിൽ കോളം എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്, അവിടെ എൻ്റർ നമ്പർ ഓഫ് കോളംസ് കൊടുക്കുക, ദെൻ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കാം. ഇതിപ്പോൾ ഒരു പാരഗ്രാഫാണ്, ഞാൻ വെറുതെ ഒരു പാരഗ്രാഫ് കോപ്പി ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ആ മാറ്റർ ഞാനങ്ങ് സെലക്ട് ചെയ്തു. ദെൻ ഫോർമാറ്റിൽ കോളം എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു. ഇവിടെ കണ്ടോ, ഇവിടെ പല കോളംസ്. ഇപ്പോൾ ഇത് ഒരു കോളമായിട്ട് കിടക്കുന്നു, ഇത് 2 കോളം, ഇത് 3 കോളം, ഇത് ആദ്യത്തേത് ഇത്തിരി വലിയ കോളം, രണ്ടാമത്തെ ചെറിയ കോളമായിട്ട് വരുന്നത്, ഇവിടെ വേറൊരു ഫോർമാറ്റിലുള്ള കോളം, അങ്ങനെ ഡിഫറെൻറ്റ് കോളംസ്, ഡിഫറെൻറ്റ് ടൈപ്പ് കോളംസാണ് വന്നേക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഞാനൊരു 3 അല്ലെങ്കിൽ ഇതിനകത്ത് കോളത്തിൻ്റെ എണ്ണം നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതിൻ്റെ പ്രിവ്യൂ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ 3 കോളം എന്നുള്ളത് അല്ലെങ്കിൽ കോളംസ് എന്നുള്ളത് 3 ആയിട്ട് കൊടുത്തു. ദെൻ ഓക്കെ ബട്ടണിൽ പ്രസ് ചെയ്തു. കണ്ടോ, ആ ഒരു പാരഗ്രാഫ് 3 കോളമായിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് മെയിൽ മെർജ് ടൂളിംഗ് വേർഡ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇത് മൊത്തം ചെയ്തു, മെയിൽ മെർജ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ. ദെൻ അതിൻ്റെ കണ്ടിന്യൂഷൻ ഇവിടെയാണ്. ദെൻ അത് അടുത്ത ഇതിവിടെ വരെ വന്നു. ദെൻ അതിൻ്റെ കണ്ടിന്യൂഷൻ ഇവിടെയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ഡോക്യുമെൻറ്റിൻ്റെ കണ്ടൻറ്റ് ഡിഫറെൻറ്റ് കോളംസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഏത് നമ്മൾ ചെയ്യുന്നത്, ഏതാ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, സ്പ്ലിറ്റിംഗ് ടെക്സ്റ്റ് ഇൻ ടു കോളം എന്ന് പറയുന്ന പോർഷൻ. അപ്പോൾ ഒരു വലിയൊരു പാരഗ്രാഫ് അല്ലെങ്കിൽ വലിയൊരു കണ്ടൻറ്റ് ആ ഒരു പേജിൽ തന്നെ ഡിഫറെൻറ്റ് കോളംസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫീച്ചറാണ് സ്പ്ലിറ്റിംഗ് ടെക്സ്റ്റ് ഇൻ ടു കോളം എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ എങ്ങനെ ചെയ്യുന്നത്, ആദ്യം മാറ്റർ സെലക്ട് ചെയ്തു, ദെൻ ഫോർമാറ്റിൽ കോളത്തിൽ എൻ്റർ നമ്പർ ഓഫ് കോളംസ് കൊടുക്കുക, ദെൻ ഓക്കെ കൊടുക്കുക. ഓക്കെ, ദെൻ അടുത്ത പോർഷൻ പറയുന്നത് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. ഇപ്പോൾ നമ്മൾക്കറിയാം, നമ്മളൊരു ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്ത് കഴിയുമ്പം ആ ഡോക്യുമെൻറ്റിനകത്ത് ഇഷ്ടംപോലെ ഗ്രാമർ മിസ്റ്റേക്കുകളുണ്ടാവാം, സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളുണ്ടാവാം, ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളും ഗ്രാമർ മിസ്റ്റേക്കുകളും ഒക്കെ ഉണ്ട് എങ്കിൽ അത് നമ്മൾക്കൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കറക്ഷൻ ഇത്തിരി ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫീച്ചറാണ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്ന് പറഞ്ഞൊരു ഫീച്ചർ. റൈറ്റർ പ്രൊവൈഡ് എ ഫീച്ചർ ടു ചെക്ക് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ മിസ്റ്റേക്ക് ആൻഡ് കറക്റ്റ് ദം. സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. ദെൻ സ്പെല്ലിംഗ് ആർ കമ്പയർഡ് വിത്ത് എ ബിൽറ്റ് ഇൻ ഡിക്ഷണറി ഇൻ എ വേർഡ് പ്രോസസ്സർ. വേർഡ് പ്രോസസ്സറിനകത്ത് തന്നെ ബിൽറ്റ് ഇൻ ആയിട്ടൊരു ഡിക്ഷണറി ഉണ്ട്. ഡിക്ഷണറി എന്താണെന്ന് നമുക്കറിയാം. എന്താ ഡിക്ഷണറി എന്ന് പറയുന്നത്, നമുക്ക് പല ടൈപ്പിലുള്ള ഡിക്ഷണറി ഉണ്ട്. മലയാളം ഹിന്ദി ഡിക്ഷണറി ഉണ്ട്, ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി ഉണ്ട്, ഇംഗ്ലീഷ് ഹിന്ദി മലയാളം ഡിക്ഷണറി ഉണ്ട്, പല ഡിഫറെൻറ്റ് ടൈപ്പ് ഡിക്ഷണറീസ് ഉണ്ട്. അപ്പോൾ ആ ഡിക്ഷണറിക്കകത്തൊക്കെ എന്താ ഉള്ളത്, കുറേ വേർഡ്സുകൾ, അതിൻ്റെ മീനിങ്സ് ഒക്കെയാണ് ഡിക്ഷണറിക്കകത്തുണ്ടാകുന്നത്. അപ്പോൾ നമ്മളുടെ ഇവിടെ ഈ വേർഡ് പ്രോസസ്സറിനകത്ത് തന്നെ ബിൽറ്റ് ഇൻ ആയിട്ടൊരു ഡിക്ഷണറി ഉണ്ട്. ആ ഡിക്ഷണറിക്കകത്ത് നമ്മൾ ഏത് ലാംഗ്വേജാണോ യൂസ് ചെയ്യുക ആ ലാംഗ്വേജ് വെച്ചിട്ടുള്ള ഒരു ഡിക്ഷണറി, അതിനകത്തുള്ള വേർഡ്സ് വെച്ചിട്ടുള്ള ഡിക്ഷണറി, അല്ലെങ്കിൽ അതിനകത്ത് വേർഡ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഓരോ വേർഡും ആ ഡിക്ഷണറിയിലുള്ള വേർഡാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഇനി ആ ഡിക്ഷണറി കാണാത്തൊരു വേർഡാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കായിട്ട് കാണിച്ചു തരും. ഓക്കെ, അതിനാണ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ഇങ്ങനെ കറക്റ്റ് ചെയ്യും. റൈറ്റർ പ്രൊവൈഡ് 2 ways ടു ചെക്ക് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. 2 രീതിയിൽ നമുക്ക് സ്പെല്ലിംഗും ഗ്രാമറും ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓട്ടോ സ്പെൽ ചെക്ക് ബട്ടൺ, ഇവിടെ ഇങ്ങനൊരു ബട്ടൺ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ ഇതൊരു സ്പെൽ ചെക്ക് ബട്ടണാണ്, ചെക്ക് സ്പെല്ലിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ ഈ ഡോക്യുമെൻറ്റിനകത്തുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ ഗ്രാമർ മിസ്റ്റേക്കുകളൊക്കെ നമുക്ക് കാണിച്ചു തരും. ദെൻ ടൂൾസിൽ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ, ടൂൾസ് എന്ന് പറയുന്നതിനകത്ത് സ്പെല്ലിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കിടപ്പുണ്ട്. ദെൻ ഇവിടെ ഒരു ടിക്ക് കൊടുക്കാം. ടിക്ക് കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാമർ കൂടെ അവിടെ ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന പോർഷനിൽ അല്ലെങ്കിൽ അവിടെ എന്തൊക്കെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ആ ഒരു പോർഷൻ നമുക്ക് കാണിച്ചു തരും. ദെൻ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള വേർഡുകൾ കുറേ ഇവിടെ കാണിച്ചു തരും. അപ്പോൾ അതിൽ ഏതാണോ നമ്മൾക്ക് ആവശ്യമുള്ള വേർഡ് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്ത് അത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും.
ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ നമ്മൾ കറക്റ്റ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഒന്ന്, ആക്റ്റീവ് ഓട്ടോ സ്പെൽ ചെക്ക് ഫീച്ചർ ബൈ ക്ലിക്കിംഗ് ഓൺ ദ ഓട്ടോ സ്പെൽ ചെക്ക് ബട്ടൺ ഇൻ ദ സ്റ്റാൻഡേർഡ് ടൂൾ ബാർ. സ്റ്റാൻഡേർഡ് ടൂൾ ബാറിനകത്തുള്ള ഓട്ടോ സ്പെൽ ചെക്ക് ബട്ടൺ നമ്മളൊന്ന് ആക്റ്റീവ് ആക്കുക. അപ്പോൾ ആ ടൂൾസിൽ ഇവിടെ ഓട്ടോമാറ്റിക് സ്പെൽ ചെക്കിംഗ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ ഒരു ടിക്ക് കിടപ്പുണ്ട്. ആ ടിക്ക് ഉള്ളപ്പം അത് ആക്റ്റീവാണ്. ഞാൻ ഇതിൽ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടിക്ക് അവിടുന്ന് പോയി. അപ്പോൾ അത് ഓട്ടോ സ്പെൽ ചെക്ക് എന്നുള്ളത് അവിടെ ആക്റ്റീവ് അല്ലാണ്ടാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതായാലും വീണ്ടും ഞാൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ആ ഓട്ടോമാറ്റിക് സ്പെൽ ചെക്ക് അവിടെ കാണിച്ചു തരുള്ളൂ. അതായത് നോക്കുക, ഓട്ടോ സ്പെൽ ചെക്ക് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് ഇവിടെ അണ്ടർലൈൻഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഒരു വേർവി ലൈനായിട്ടാണ് അവിടെ കാണിച്ചു തരിക. അപ്പോൾ അതിനകത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ആ സ്പെൽ ചെക്ക് അല്ലെങ്കിൽ ഓട്ടോ സ്പെൽ ചെക്ക് എന്ന് പറഞ്ഞാൽ ഈ പോർഷൻ അവിടെ അണ്ടർലൈൻ ആയിട്ട് കാണിച്ചു തന്നേക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ടൂൾസിൽ ഈ ഓട്ടോമാറ്റിക് സ്പെൽ ചെക്ക് എന്ന് പറയുന്ന ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ അത് ഞാൻ പറഞ്ഞു അത് അൺചെക്കായിട്ട് വന്നു. ഇപ്പോൾ കണ്ടോ, ഇവിടെ ഇതിനകത്തൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊന്നും ഈ ഡോക്യുമെൻറ്റിനകത്ത് നമുക്ക് കാണിച്ചു തരുന്നില്ല. അപ്പോൾ ഇതെപ്പോഴും ആക്റ്റീവ് ആക്കി ഇടുക. ആക്റ്റീവ് ആക്കി ഇട്ടാൽ മാത്രമേ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു തരുള്ളൂ. ദെൻ റൈറ്റർ ഷോസ് ദ മിസ്റ്റേക്ക് വിത്ത് എ വേവി അണ്ടർലൈൻ. റൈറ്റർ ഒരു വേവി അണ്ടർലൈൻഡ് ആയിട്ട് അതിൻ്റെ മിസ്റ്റേക്കുകൾ നമുക്ക് കാണിച്ചു തരും. വി ക്യാൻ കറക്റ്റ് ഇറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഷോർട്ട് കട്ട് മെനു. ഒരു ഷോർട്ട് കട്ട് മെനു വരും. ആ ഷോർട്ട് കട്ട് മെനുവിൽ വെച്ചിട്ട് നമുക്ക് അതിനോട് റിലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇതല്ല കറക്റ്റ് സ്പെല്ലിങ്, വേറെ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ്ങുകളൊക്കെ നമുക്ക് കാണിച്ചു തരും. അത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ സെക്കൻഡ് മെത്തേഡ്. ദ സെക്കൻഡ് മെത്തേഡ് ഈസ് സെലക്ടിങ് ദ മെനു ഐറ്റം ടൂൾസിലെ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ഓർ ബൈ ക്ലിക്കിംഗ് the spelling and grammar button present in the standard toolbar. സ്റ്റാൻഡേർഡ് ടൂൾ ബാറിൽ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനകത്ത് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്കത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. വി വാണ്ട് ടു ആഡ് സം വേർഡ് ടു കസ്റ്റം ഡയറക്റ്റ് ഡിക്ഷണറി. ദസ് വി യൂസ് ആഡ് ടു ഡിക്ഷണറി ബട്ടൺ ഇൻ ദ സ്പെല്ലിംഗ് ഡയലോഗ് ബോക്സ്. ഇപ്പോൾ ഞാനിവിടെ ഓട്ടോ സ്പെൽ ചെക്ക് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് ഇവിടെ മിസ്റ്റേക്കായിട്ടാണ് കാണിച്ചു തരുന്നത്. ഇപ്പോൾ എനിക്ക് ഈ ഒരു വേർഡ് പ്രോസസ്സറിനകത്തുള്ള ഡിക്ഷണറിയിലോട്ട് ഈ ഓട്ടോ സ്പെൽ ചെക്ക് എന്ന് പറയുന്ന വേർഡ് ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് ഞാൻ ഈ ഓട്ടോ സ്പെൽ ചെക്ക് എന്ന് എവിടെയൊക്കെ ഇങ്ങനെ ടൈപ്പ് ചെയ്താലും അത് മിസ്റ്റേക്കായിട്ട് കാണിച്ചു തരാൻ പാടില്ല. അതായത് ഞാനായിട്ടൊരു വേർഡ് അതിനകത്തേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് നമ്മൾ സെലക്ട് ചെയ്തു. ദെൻ ടൂൾസിൽ സ്പെല്ലിങ്ങിൽ കൊടുത്തു. സ്പെല്ലിങ്ങിൽ ഓട്ടോ സ്പെൽ ചെക്ക് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് എന്ത് ചെയ്തു, ഇഗ്നോർ വൺസ് കൊടുക്കാം. ആഡ് ടു ഡിക്ഷണറി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ കിടപ്പുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ വേർഡ് ഓട്ടോ സ്പെൽ ചെക്ക് എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഇതുണ്ടോ, ഇപ്പോൾ ഇവിടെ മിസ്റ്റേക്കുകളൊന്നും കാണിച്ചിട്ടില്ല. ഈ ഓട്ടോ സ്പെൽ ചെക്ക് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് ഡിക്ഷണറിയിലോട്ട് ആഡ് ചെയ്യപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങനെ ഞാൻ എവിടെ ടൈപ്പ് ചെയ്താലും അതൊരു മിസ്റ്റേക്കായിട്ട് കാണിച്ചു തരത്തില്ല. ഓക്കെ, ദെൻ അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഓട്ടോ കറക്റ്റ് ഫീച്ചറാണ്. The user can enter commonly misspelled word and their replacement in autocorrect dialog box. autocorrect dialog box എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വേർഡ് സ്പെല്ലിംഗ് മിസ്റ്റേക്കോട് കൂടിയാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ അതിനെ വേറെ ഏതെങ്കിലും ഒരു വേർഡ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. റീപ്ലേസ് ചെയ്യാനായിട്ട് നമുക്കത് ഓട്ടോ കറക്റ്റായിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടൂൾസിൽ ഓട്ടോ കറക്റ്റ് എന്നാണ് പറയുക. അപ്പോൾ ടൂൾസ് എടുത്തു. ടൂൾസിൽ ഓട്ടോ കറക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കിടപ്പുണ്ട്. ഓട്ടോ കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളതിനകത്ത് സെലക്ട് ചെയ്യുക. അപ്പോൾ റീപ്ലേസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പം KTM എന്നെഴുതി. KTM എന്നുള്ളത് എനിക്ക് റീപ്ലേസ് ചെയ്യേണ്ടത് കോതമംഗലം എന്നാണ്. കോതമംഗലം. അപ്പോൾ റീപ്ലേസ് KTM വിത്ത് കോതമംഗലം. അപ്പോൾ KTM എന്ന് ഞാൻ ആ ഒരു ഡോക്യുമെൻറ്റിനകത്ത് അല്ലെങ്കിൽ വേർഡ് പ്രോസസ്സറിനകത്ത് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ കോതമംഗലം എന്ന് എഴുതി കൊടുത്തില്ലെങ്കിൽ പോലും KTM എന്ന് എഴുതി കൊടുത്താൽ കോതമംഗലം അവിടെ വരും. ഓക്കെ, ദെൻ അപ്പോൾ അതെങ്ങനെ കൊടുക്കുന്നത്, ഇങ്ങനെ KTM കൊടുത്തു, കോതമംഗലം കൊടുത്തു, ഓക്കെ ബട്ടൺ പ്രസ് ചെയ്തു. ഇനി ഞാനിവിടെ വെറുതെ KTM എന്നടിക്കുവാണ്. KTM എന്നടിച്ച് സ്പേസ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേക്കണേന്ന് നോക്കിയാൽ കോതമംഗലം എന്ന് അവിടെ വന്നു. ഇവിടെ ഞാൻ കോതമംഗലം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തില്ല, KTM എന്ന് മാത്രമേ ടൈപ്പ് ചെയ്ത് കൊടുത്തുള്ളൂ. എന്നിട്ട് നോക്കിക്കേ, KTM എന്നുള്ളത് ഇവിടെ KTM എന്നടിച്ച് സ്പേസ് ഇട്ടു. സ്പേസ് ഇട്ട് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേക്കണേ, അവിടെ കോതമംഗലം എന്ന് വന്നു.
അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഷോർട്ട് കട്ട് കീ അല്ലെങ്കിൽ നമ്മൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ട് കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു വേർഡ് വേറെ ഏതെങ്കിലും ഒരു വേർഡ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൂൾസിൽ ഓട്ടോ കറക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വെച്ചിട്ട് നമുക്കങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് വർക്കിംഗ് വിത്ത് ഫോർമുല എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് മാത്തമാറ്റിക്കൽ നമ്മളൊരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്തമാറ്റിക്കൽ ഫോർമുലാസ് ഉണ്ട്, അല്ലാണ്ട് വേറെ വരുന്ന പല ഡിഫറെൻറ്റ് ടൈപ്പ് ഫോർമുലാസൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോർമുല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. -b + b² - 4ac/2a എന്നൊക്കെ നിങ്ങൾ മാത്സിൽ സ്കൂൾ ലെവലിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഫോർമുലാസൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ജസ്റ്റ് അത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഫോർമുലാസ് എങ്ങനെയാണ് നമ്മളൊരു ഡോക്യുമെൻറ്റിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഫോർമുലയ്ക്കകത്ത് പറയാം. റൈറ്റർ പ്രൊവൈഡ് ആൻ ഈസി വേ ടു ടൈപ്പ് കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ ഫോർമുലാസ്. കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഫോർമുലാസൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് റൈറ്റർ അതിൻ്റെ പ്രൊവിഷൻ തരുന്നുണ്ട്. അതിൻ്റെ സ്റ്റെപ്സ്: ചൂസ് ഇൻസേർട്ടിൽ ഒബ്ജക്റ്റിൽ ഫോർമുല. അതിൻ്റെ ഓപ്ഷൻസ്: ഇൻസേർട്ടിൽ ഒബ്ജക്റ്റിൽ ഫോർമുല, ഇൻസേർട്ടിൽ ഒബ്ജക്റ്റിൽ ഫോർമുല. എ ന്യൂ പാൻ അപ്പിയേഴ്സ് ബിലോ ആൻഡ് വി ക്യാൻ ടൈപ്പ് ദ റിക്വയർഡ് ഫോർമുല ദെയർ. സെലക്ട് ദ അപ്രോപ്രിയേറ്റ് ടൈപ്പ് ഓഫ് ഫോർമുല. ഒരു പുതിയ ടൈപ്പ് അല്ലെങ്കിൽ പുതിയൊരു പാൻ അവിടെ അപ്പിയർഡ് ആവും. ദെൻ നമുക്ക് ആവശ്യമുള്ള ഫോർമുല അവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ എക്സാമ്പിൾ ജസ്റ്റ് ഈ ഒരു എക്സാമ്പിൾ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ -b + √b² - 4ac/2a എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണ് എന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ എങ്ങനെയായിരുന്നു? ഇൻസേർട്ടിൽ ഒബ്ജക്റ്റിൽ ഫോർമുല. അപ്പോൾ ഈ ഒരു വേറൊരു പാനാണ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നേക്കുന്നത്. പാനിൻ്റെ അകത്ത് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഫോർമുല എന്താണ്? b² - b + b² - 4ac/2a. അപ്പോൾ അതായത് എന്താണ് അതിൻ്റെ ഒരു ബൈ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡിനോമിനേറ്ററായിട്ടും ന്യൂമറേറ്ററായിട്ടും മുകളിലും താഴെയായിട്ടാണ് വരിക. അപ്പോൾ അതാ ഈ ഒരു ഫോർമാറ്റ് ആദ്യം സെലക്ട് ചെയ്യുക. ഡിവിഷൻ ഫ്രാക്ഷൻ ആയിട്ടാണ് വരിക. ഇതാദ്യം സെലക്ട് ചെയ്തു. ദെൻ ഇതിൻ്റെ മുകളിലുള്ള പോർഷൻ നമ്മൾ ആദ്യം എഴുതി കൊടുക്കണം. മുകളിലുള്ള പോർഷൻ അതായത് നമ്മളിവിടെ താഴെ ഇതിൻ്റെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പോർഷൻ അതിൻ്റെ മുകളിൽ ആ ഒരു ലൈനിൻ്റെ മുകളിലുള്ള പോർഷനും ഇതതിൻ്റെ ഡിനോമിനേറ്റർ ആയിട്ടുള്ള താഴെയുള്ള പോർഷനുമായിട്ടാണ് എഴുതി കൊടുക്കുക. അപ്പോൾ മുകളിലുള്ള പോർഷൻ എന്താണ്? ആദ്യം -b ആണ് അവിടെ ആദ്യം കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഇവിടെ മൈനസ് സൈൻ -b ദെൻ +or- എന്നുള്ളതിൻ്റെ ഈ ഒരു പോർഷൻ എടുത്തു കൊടുത്തു. +or- എന്നായിരുന്നു? റൂട്ട് എന്ന് പറയുന്നത് ഇവിടെ വേറെ ഡിഫറെൻറ്റ് ടൈപ്പ് കാറ്റഗറീസ് കിടപ്പുണ്ട്. അതായത് ഇവിടെ ഫങ്ഷൻസിനകത്ത് റൂട്ട് കാണും. ഇതാ ഇവിടെ റൂട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഈ റൂട്ട് എടുത്തു. b² എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നത് ഇതാണ്. ഇതെടുത്തു. ഇതിനകത്ത് ഇതാ ഇവിടെ താഴെയും മുകളിലുമായിട്ട് പോർഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴത്തെ പോർഷന് b എന്ന് കൊടുത്തു. ഇവിടെ മുകളിലത്തെ ഈ പോർഷന് b² എന്ന് കൊടുത്തു. ദെൻ b² എന്ന് പറഞ്ഞു കൊടുത്തു. b² ആയി. ദെൻ -4ac അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ദെൻ ഇതിൻ്റെ ഇനി അപ്പം മുകളിലത്തെ പോർഷൻ കഴിഞ്ഞു. ഇനി താഴത്തെ ഈ പോർഷനാണ് കൊടുക്കേണ്ടത്. താഴത്തെ പോർഷൻ ഈ പാർട്ടിലാണ് കൊടുക്കേണ്ടത്. -4ac/2a എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പോർഷൻ ഇവിടെ ആ ഒരു ഫോർമുല ഇത്രയും ടൈപ്പ് ചെയ്ത് കൊടുത്തു. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്തു. ദെൻ ഇപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നു. ദെൻ നമ്മുടെ ആ ഒരു ഇക്വേഷനിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫോമിലോട്ട് എന്ത് വന്നു? ഈ ഒരു ഇക്വേഷൻ ഇവിടെ ഒരു ഫോർമുല ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് വന്നു. ഇത് നമുക്ക് ഒരുമിച്ച് ഒരൊറ്റ കണ്ടൻ്റായിട്ടാണ് മാറ്റി വരിക. അതിൻ്റെ ഒരുമിച്ച് നമുക്കത് ചേഞ്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്ലേസ് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കൊരു ഫോർമുല എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക? ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻസേർട്ടിൽ ഒബ്ജക്റ്റിൽ ഫോർമുല. അപ്പോൾ അതിൻ്റെ അകത്ത് പുതിയൊരു പാൻ വരും. ആ പാനിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള ഫോർമുല ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഏത് പോർഷനാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി ആ ഫോർമാറ്റ് വെച്ചിട്ട് നമ്മൾ ആ ഫോർമുല ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫോർമുല ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് ആര് തരുന്നുണ്ട്? നമ്മുടെ ഈ വേർഡ് പ്രോസസ്സിങ് അല്ലെങ്കിൽ ഓരോ വേർഡ് നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ പാർട്ട് ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്.
എല്ലാവരും നോക്കി പഠിക്കുക. ഓക്കെ, താങ്ക് യു.